ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന എന്തെങ്കിലും വാർത്തയുണ്ടോ? ഉണ്ട്. ഇതാദ്യമായി ഷെയ്ഖ് ഹസീന മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു, ജനങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു. അത്ഭുതം തോന്നുന്നു അല്ലേ? അതെ. ഹസീന ഇന്ത്യയിലാണ്. ന്യൂയോർക്കിൽ അവാമി ലീഗിൻ്റെ ഒരു മീറ്റിംഗ് നടന്നു. ആ മീറ്റിങ്ങിൽ വെർച്വൽ ആയിട്ട് ഹസീന വന്നു. ഹസീനയുടെ പല പ്രസ്താവനകൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ വീഡിയോയിലൂടെ ഹസീന രംഗത്ത് വന്ന് സംസാരിക്കുന്നത് അവരുടെ പ്രവാസ ജീവിതത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് ഓടി ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ്. അതിൽ ഹസീന പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ സ്ഫോടനാത്മകമാണ്, അതിനവർ തിരഞ്ഞെടുത്തിരിക്കുന്ന സമയം നിർണായകമാണ്. അമേരിക്കയിൽ യൂനിസ് എന്താ പറഞ്ഞത്? ഞാൻ ട്രംപ് വന്നതോടെ എൻ്റെ സൂര്യൻ അസ്തമിച്ചു എന്നാണ് മുഹമ്മദ് യൂനിസ് പറഞ്ഞത്. അതെ. അപ്പോൾ ഹസീനയുടെ സൂര്യൻ ജനുവരി 20 ഉദിക്കാൻ പോവുകയാണ്. ഹസീന വന്നിട്ട് പറഞ്ഞിരിക്കുന്നു, ഞാൻ രാജിവെച്ചിട്ടില്ല. ഞാൻ രാജിവെച്ചിട്ടില്ല. അത് ഹസീന രാജിവെച്ചിട്ടില്ല. ഹസീന പറഞ്ഞിരുന്നില്ല. മുമ്പ് പറഞ്ഞത് രണ്ടുപേരാണ്. ഒന്ന്, ഹസീനയുടെ മകൻ ന്യൂയോർക്കിൽ താമസിക്കുന്ന സജീദ് ബസീദ് ജോയ്, മകൻ പറഞ്ഞു അമ്മ രാജിവെച്ചിട്ടില്ല. പിന്നീട് ഈ ഭരണമാറ്റമൊക്കെ നടന്നിട്ട് മുഹമ്മദ് യൂനിസിൻ്റെ ഉപദേശി സർക്കാർ അവിടെ വന്നപ്പോൾ അവിടുത്തെ ക്യാബിനറ്റ് സെക്രട്ടറി പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ആ രാജിക്കത്തിൻ്റെ കോപ്പി തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു, രാജിക്കത്ത് എനിക്ക് രാജിക്കത്തൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഹസീന രാജിവെച്ചിട്ടില്ല. അതായത് അത് വലിയ ഗുരുതരമായ പ്രശ്നമാണ്. കാരണം ബംഗ്ലാദേശിലെ ഭരണഘടനയുടെ 57A വകുപ്പ് പ്രകാരം രേഖാമൂലം പ്രധാനമന്ത്രിയുടെ രാജി കിട്ടിയാൽ മാത്രമേ ആ സീറ്റ് പ്രധാനമന്ത്രി സ്ഥാനം ഒഴിവാകത്തുള്ളൂ. എന്നാലും വേക്കൻ്റ് ആയെന്ന് പറയാം. വേക്കൻ്റ്. ഇപ്പോൾ പ്രധാനമന്ത്രി ആരാണ്? ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയാണ്. അത് കൃത്യമായി മുഹമ്മദ് യൂനിസിന് അറിയാം. അതുകൊണ്ടാണ് അയാൾ ആരാണ് ഇപ്പോൾ അവിടെ? ചീഫ് അഡ്വൈസറാണ്. ആരുടെ അഡ്വൈസർ ടു ഹും? ആരുടെ അഡ്വൈസർ? അത് പറയുന്നില്ല. കൃത്യമായും ഭരണഘടനാ പ്രതിസന്ധി ബംഗ്ലാദേശിലുണ്ട്. ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി ഒഴിഞ്ഞിട്ടില്ല എന്ന് പ്രസിഡന്റ് പറയുന്നു. പ്രസിഡന്റ് വന്നപ്പോൾ പ്രസിഡന്റിനെ അവിടുത്തെ ലോ അഡ്വൈസർ ആസിഫ് നസ്രുൽ നുണയൻ എന്നൊക്കെ പറഞ്ഞു. ഇയാൾക്ക് ഭ്രാന്താണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ കൊലപാതക സംഘം, ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൊല്ലുന്ന, ക്രിസ്ത്യാനികളെ കൊല്ലുന്ന, ജൈനമതക്കാരെ, ബുദ്ധമതക്കാരെ, സിഖുകാരെ കൊല്ലുന്ന ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഉണ്ടല്ലോ. അതിൻ്റെ ബംഗ്ലാദേശ് രൂപമാണ്. അമ്പലങ്ങൾ കൊള്ളയടിക്കുന്നത്, ആളുകളെ കൂട്ടക്കശാപ്പ് ചെയ്യുന്നത്. അവരുടെ അഡ്വൈസറാണ് ഇയാൾ. ആര്? ആസിഫ് നസ്രുൽ പറഞ്ഞു ഇയാൾ നുണയനാണെന്ന് പറഞ്ഞിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂളി സംഘം, ഗുണ്ടാ സംഘം പ്രസിഡന്റ് രാജിവെക്കണം, പ്രസിഡന്റിനെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞു. പ്രസിഡന്റ് പറഞ്ഞത് സത്യമാണ്. 57A ഭരണഘടന പ്രകാരം രാജിക്കത്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ ആരാ പ്രധാനമന്ത്രി? ഹസീന പ്രധാനമന്ത്രിയാണ്. ഹസീന ഫസ്റ്റ് ടൈം പറയുന്നു ഞാൻ രാജിവെച്ചിട്ടില്ല. വലിയ പ്രത്യാഘാതമുണ്ടാക്കുന്ന വാർത്തയാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ആർക്കറിയാം? ഇയാളെ കൊണ്ടുവന്ന സംഘത്തിനറിയാം, മുഹമ്മദ് യൂനിസിനെ. അതുകൊണ്ടാണ് എന്തുകൊണ്ട് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞെങ്കിൽ മുഹമ്മദ് യൂനിസിനെ എന്തുകൊണ്ട് പ്രസിഡന്റ് ആക്കിയില്ല? വലിയ ചോദ്യമാണല്ലോ. അത് എല്ലാവർക്കും അറിയാം, ലോകത്തെല്ലാവർക്കും. അപ്പോൾ ഭരണഘടനയ്ക്ക് പുറത്തുള്ള ഒരു ശക്തിയാണ് അവിടെ ഭരണം നടത്തുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ട് എവിടെ? ന്യൂയോർക്കിൽ നടന്ന യോഗത്തിലാണ് ഹസീന പറഞ്ഞത്. അമേരിക്കയിലാണ് ഹസീന വെർച്വൽ ആയിട്ട് എത്തിയിട്ട് പറഞ്ഞിരിക്കുന്നത് ഞാൻ രാജിവെച്ചിട്ടില്ല. അതെന്താ സംഭവിച്ചത്? ഗണഭവനിലേക്ക് കുറേ കലാപകാരികൾ ആയുധങ്ങളുമായിട്ട് വന്നു. എൻ്റെ സെക്യൂരിറ്റി ചുറ്റുമുണ്ടായിരുന്നു. അവരെനിക്ക് സംരക്ഷണം ഒരുക്കി. അവർ വേണമെങ്കിൽ ഇവരെ വെടിവെച്ച് വീഴ്ത്തുവരാം. ഞാൻ പറഞ്ഞു ഒരൊറ്റയാളെ പോലും ഉപദ്രവിക്കരുത്, വെടിവെക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ സുരക്ഷാ ഗാർഡുകളോട് ഞാൻ പറഞ്ഞു. അവസാനം എനിക്ക് 10-20 മിനിറ്റേ കിട്ടിയുള്ളൂ. 10-20 മിനിറ്റിനകം ഞാൻ ബന്ധപ്പെട്ടു, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. ഞാൻ രക്ഷപ്പെട്ടു പോകുന്ന ജീവഭയം കൊണ്ട് മാത്രമല്ല, ഇവരാവശ്യപ്പെടുന്നത് ഇപ്പം ഞാൻ ഇവിടുന്ന് മാറണമെന്നാണ്. ഞാൻ മാറിയാൽ ഈ രാജ്യത്ത് സമാധാനം തിരിച്ചു വരുന്നെങ്കിൽ ഞാനങ്ങ് മാറി നിൽക്കാം എന്ന് കരുതി ഞാൻ പോയി. എനിക്ക് 20 മിനിറ്റേ കിട്ടിയുള്ളൂ. 20 മിനിറ്റ് കൊണ്ട് ഞാൻ ഇന്ത്യയിലേക്ക് പോന്നു. ഞാൻ എൻ്റെ ഭടന്മാരോട് വെടിവെക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വെടിക്കാരുന്നത്. എന്നെ അവരാണ് സുരക്ഷിതരായി എയറോഡ്രോമിൽ എത്തിച്ചത്. അവരാണ് എൻ്റെ സുരക്ഷാ ഭടന്മാരാണ് എന്നെ കയറ്റി വിട്ടത്. ഞാനൊരു ഉത്തരവിട്ടാൽ അവർ ഇവരെ വെടിവെച്ച് വീഴ്ത്തുമായിരുന്നു. അത് വലിയ പോയിന്റാണ്. ഞാൻ രക്തച്ചൊരിച്ചിൽ ആഗ്രഹിച്ചില്ല, ഒഴിവാക്കി. പക്ഷേ എന്നിട്ട് ഇവർ എന്നെ ജനോസൈഡ് നടത്തി, കൂട്ടക്കൊല നടത്തി തന്നെ ആക്ഷേപിക്കുന്നത്. ഈ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ആൾ ഭീകരനായ രക്തദാഹിയായ ഒരു അധികാരദാഹിയാണ്. അയാളുടെ ഒത്താശയോടെയാണ് അവിടെ ആരാധനാലയങ്ങൾ തകർക്കുന്നത്. ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുകയാണ്. ഇത് ഹസീന പറയുകയാണ്. ഹിന്ദുക്കളെ ഇപ്പോഴത്തെ അധികാരമോഹിയായ രക്തദാഹിയായ ഭരണഘടനയ്ക്ക് പുറത്തുള്ള ഇയാൾ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുകയാണ്. ക്ഷേത്രങ്ങൾ മുഴുവൻ കത്തിക്കുന്നു. ഞാനല്ല കൊലയാളി, കൂട്ടക്കൊലയാളി, ജനോസൈഡ് നടത്തുന്നത് മുഹമ്മദ് യൂനിസാണ്. അയാളെയാണ് വിചാരണ നടത്തി ശിക്ഷിക്കേണ്ടത്.
ഇത് ഹസീന വെറുതെ പറയുന്നു കരുതുന്നുണ്ടോ? കാരണം മുഹമ്മദ് യൂനിസ് ഇന്ത്യ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നു, നിങ്ങൾ അതിനെ അവിടെ വെച്ചോ, പക്ഷേ അവർ വാ തുറക്കാൻ സമ്മതിക്കരുത്, അവർ ഞങ്ങളുടെ സർക്കാരിനെതിരെ ഒന്നും പറയാൻ പാടില്ല എന്ന്, അത് നമ്മൾ ഇന്ത്യ ഉറപ്പാക്കണമെന്ന് ബംഗ്ലാദേശ് സർക്കാർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത്രയും കാലം ഹസീന മിണ്ടിയില്ല. ഇപ്പം ഹസീന എന്തിന് ന്യൂയോർക്കിൽ വെർച്വലായിട്ട് എത്തിയിട്ട് ഇത് പറയുന്നു? അങ്ങനെ പറയാൻ ഹസീന മാത്രം വിചാരിച്ചാൽ പോരല്ലോ, പറ്റില്ല. ഇന്ത്യ കൂടെ സമ്മതിക്കണമല്ലോ. ഇന്ത്യയുടെ മനസ്സറിവോടെ ഇന്ത്യ കൊടുത്തിട്ടുള്ള ഫെസിലിറ്റീസ് ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യ സർക്കാരിനോട് ചോദിച്ച് അനുമതി വാങ്ങിയിട്ടാണ് ഹസീനയ്ക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം ഇന്ത്യയുടെ കരുതലിൽ, ഇന്ത്യയുടെ മെഴ്സിയിൽ കഴിയാണ് ഹസീന. അപ്പോൾ ഇന്ത്യ സർക്കാരും കൂടി അറിഞ്ഞ് അമേരിക്കയിലെ യോഗത്തിൽ പറയുന്നു, ഞാൻ രാജിവെച്ചിട്ടില്ല, എനിക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു, ഞാൻ ആ ഒരൊറ്റയാളുടെ മരണത്തിന് പോലും ഉത്തരവാദിയല്ല. കൂട്ടക്കൊല നടത്തുന്നത് യൂനിസാണ്. യൂനിസ് ഹിന്ദുക്കളെയും ന്യൂനപക്ഷങ്ങളെയും തകർക്കുകയാണ്, ക്ഷേത്രങ്ങൾ കത്തിക്കുകയാണ്. ഇതേ ഭാഷ ആര് പറഞ്ഞിട്ടുണ്ട്? ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രംപിൻ്റെയും മോദിയുടെയും കൂടെ ഒരു അറിവോടെയാണ് ഇതൊക്കെ എന്നൊക്കെ നമുക്ക് കൂട്ടി വായിക്കണം അല്ലേ? സംശയിക്കാനുണ്ടോ? സംശയിക്കാനില്ല. അപ്പോൾ ഹസീനയ്ക്ക് ധൈര്യം കൊടുക്കുന്നത് ശരിക്കും മോദിയും ട്രംപുമാണ്. ഹസീനയ്ക്ക് ധൈര്യം കൊടുക്കുന്നത് മോദിയും ട്രംപുമാണ്. യൂനിസിൻ്റെ ധൈര്യം ചോർത്തിക്കളയുന്നതും ഇവർ തന്നെയാണ്. അതുകൊണ്ടാണ് എൻ്റെ സൂര്യൻ അസ്തമിച്ചു എന്നുള്ളത്. യൂനിസ് പേടിച്ചു തുടങ്ങി. അപ്പോൾ ഏതായാലും എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് നമ്മളൊക്കെ പറഞ്ഞിരുന്നു, ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നു, ചിന്മോയി അതിൻ്റെ സന്യാസിയൊക്കെ ജയിലിടുന്നു, അദ്ദേഹത്തിൻ്റെ വക്കീലിനെ കൊല്ലുന്നു, പിന്നെ വരുന്ന അഭിഭാഷകൻ്റെ വീട് വരെ കത്തിക്കുന്നു, പരിക്കേൽപ്പിക്കുന്നു, 16ഓളം അഭിഭാഷകരെ കേസ് കയറായി വന്ന ഹിന്ദു അഭിഭാഷകർക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കുന്നു, ചിലത് എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമുള്ള സ്ഫോടക വസ്തു പ്രകാരം കേസെടുക്കുന്നു. അങ്ങനെ വല്ലാതെ പീഡിപ്പിക്കുകയാണ്. അപ്പോഴാണ് ഇന്നിപ്പോൾ അമേരിക്കയിലെ മനുഷ്യാവകാശ ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഒരാളെ പിടിച്ച് ജയിലിലിട്ടിട്ട് നിങ്ങൾ നിയമസഹായം കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല. അത് കോടതി കാണിച്ച വൃത്തികേടുണ്ട്. വക്കീലന്മാർ കിട്ടുന്നില്ല. വക്കീലന്മാർ ഒരു പ്രതിക്ക് കുറ്റാരോപിതനായി ഒരാളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അയാൾക്ക് മനുഷ്യാവകാശ പ്രകാരമുള്ള അവകാശമാണ് അയാൾക്ക് വക്കീലിനെ വെക്കുക എന്നുള്ളത്. അതിന് കിട്ടുന്നില്ലെങ്കിൽ സർക്കാർ കൊടുക്കണം. സ്റ്റേറ്റ് ബ്രീഫ് എന്ന് പറയും. സർക്കാർ അഭിഭാഷകരെ കൊടുക്കണം. വന്ന അഭിഭാഷകരൊക്കെ കൊല്ലപ്പെടുകയും പരിക്കേൽക്കപ്പെടുകയും ചെയ്തു. കോടതിക്കറിയാം, കോടതി പറയുന്നുണ്ട്. അപ്പോൾ കോടതി ഇടപെട്ട് ഒരു അഭിഭാഷകനെ വെച്ച് കൊടുക്കുകയാണ് കോടതി വേണ്ടത്. ആ കോടതി ചെയ്ത് അതിൽ വലിയ വൃത്തികേടാ. ആ കോടതി എന്ത് ചെയ്തു? അടുത്ത മാസം 2-ാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചു. എന്ന് പറഞ്ഞാൽ 1 മാസത്തോളം വീണ്ടും ഇദ്ദേഹം ജയിലിൽ കിടക്കണം. അനാവശ്യമായി ഇല്ലീഗലായി ജയിലിൽ കിടക്കണം. അപ്പോൾ കോടതി കൂടെ കളിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, നിയമാവകാശം ലഭ്യമാക്കാത്തത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് പറഞ്ഞു. അപ്പോൾ കളം പതുക്കെ മാറി വരികയാണ്. നമ്മളിവിടെ നിന്ന് ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ചർച്ചകളിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ആശങ്കപ്പെട്ടിട്ടുണ്ട്, എന്താണ് ബംഗ്ലാദേശിൽ ഈ കൂട്ടക്കൊല നടക്കുമ്പോൾ ഇന്ത്യ ഇടപെടാത്തത്, മോദി ഒന്നും പറയാത്തത്, ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തിട്ട് ഒന്നും ചെയ്തില്ല. വലിയ പ്രതിഷേധം, വലിയ സങ്കടമൊക്കെ ഉണ്ട്. നമ്മുടെ പാർലമെൻറ്റിൽ പോലും ബഹളം ഉണ്ടാകുന്നില്ല. UK പാർലമെൻറ്റിൽ, ഹൗസ് ഓഫ് കോമൺസിൽ ഭയങ്കര ബഹളം ഉണ്ടായി മിനിഞ്ഞാന്ന്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ബഹളം ഉണ്ടായി. എന്തിന്? മമതാ ബാനർജി പറയുന്നു ഐക്യരാഷ്ട്ര സമാധാന സേനയെ ബംഗ്ലാദേശിലേക്ക് അയക്കണമെന്ന്. എന്നിട്ടും മോദി ഒന്നും പറയുന്നില്ല, അമിത്ഷാ പറയുന്നില്ല, വിദേശകാര്യമന്ത്രി പറയുന്നില്ല, പ്രതിരോധ മന്ത്രി പറയുന്നില്ല, BJP പറയുന്നില്ല. വലിയ മൗനം. അപ്പം മൗനത്തിന് പിന്നിൽ എന്തോ ഉണ്ടെന്ന് നമുക്ക് പതുക്കെ ചിത്രം തെളിയുകയാണ്. ഹസീന ഞാൻ രാജിവെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിലൂടെ ഹസീന പറയുന്നത് ഞാനാണ് പ്രധാനമന്ത്രി എന്ന് തന്നെയാണ്. അപ്പോൾ ഹസീന നാളെ ഞാനാണ് ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി. ഇപ്പോൾ ഉണ്ടല്ലോ ടിബറ്റ് എന്ന് പറഞ്ഞ രാജ്യം ഇപ്പോൾ ഇല്ല അല്ലേ? ടിബറ്റ് ആര് പിടിച്ചോണ്ട് പോയി? ചൈന പിടിച്ചോണ്ട് പോയി. ടിബറ്റിൻ്റെ ഭരണാധികാരി ദലൈലാമയായിരുന്നു. ദലൈലാമ ഇന്ത്യയിലുണ്ട്. നമ്മൾ അഭയം കൊടുത്തു എന്ന് മാത്രമല്ല, ദലൈലാമ അവിടെ ഇന്ത്യയിൽ ഇരിക്കുന്നത് ടിബറ്റിൻ്റെ പ്രവാസ സർക്കാരിനെ നയിച്ചുകൊണ്ടാണ്. ടിബറ്റൻ സർക്കാരുണ്ട്. ടിബറ്റ് രാജ്യമില്ലാതെങ്കിലും ടിബറ്റിൻ്റെ സർക്കാർ ഇപ്പോഴും ഉണ്ട്. ആ ടിബറ്റിൻ്റെ സർക്കാർ പ്രവാസത്തിൽ ഇന്ത്യയിലുണ്ട്. ടിബറ്റ് ഭരിക്കുന്നത് ഇപ്പോഴും സാങ്കല്പികമായി ദലൈലാമയാണ്. എന്ന് പറയുന്ന പോലെ ബംഗ്ലാദേശിൻ്റെ ഭരണാധികാരിയായിട്ട് ഇന്ത്യയും അമേരിക്കയും നാളെ ഷെയ്ഖ് ഹസീനയെ അങ്ങ് അംഗീകരിച്ചാൽ കളം മാറും. അപ്പോൾ ഈ നിൽക്കുന്നവരൊക്കെ ഓടേണ്ടി വരും. ഇന്ത്യൻ അമേരിക്ക അംഗീകരിക്കുന്നു, ഷെയ്ഖ് ഹസീന രാജിവെച്ചിട്ടില്ല. ഷെയ്ഖ് ഹസീനയാണ് ഇപ്പോഴും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി എന്ന് ട്രംപ് പറയുന്നു. ഇന്ത്യ സപ്പോർട്ട് ചെയ്തു. ഹസീന പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇന്ത്യയുടെ സഹായം തേടുന്നു. എനിക്ക് തിരിച്ചു പോകണം. ഞങ്ങളുടെ രാജ്യത്ത് കുറേ ഹൂളിഗൻസ്, കുറേ തെമ്മാടികൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ മതഭ്രാന്തന്മാരായ കിരാതന്മാർ, രാക്ഷസന്മാർ, അവർ
ഭരണാധികാരത്തിലിരിക്കുകയാണ്. അവരെ ഒഴിവാക്കി എനിക്കങ്ങോട്ട് തിരിച്ചു ചെല്ലാൻ സഹായം വേണമെന്ന് ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് അമേരിക്കയും ഇന്ത്യയും അംഗീകരിച്ച ഹസീന ചോദിച്ചാൽ ഇന്ത്യൻ പട്ടാളം ഢാക്കയിലേക്ക് പോകും. 24 മണിക്കൂർ വേണ്ട. പിന്നെ എന്തിന്? ബംഗ്ലാദേശ് പട്ടാളം ഓടുന്ന വഴി പുല്ല് എടുക്കില്ല. അപ്പോൾ ലോകരാജ്യങ്ങൾ മൊത്തം ഇത് ഉറ്റുനോക്കുന്നില്ലേ? കാരണം ഷേഖ് ഹസീനയ്ക്ക് പെട്ടെന്ന് ഒരു ധൈര്യം വരുന്നു. ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഒരു വീഡിയോ കോൺഫറൻസ് പോലെ എവിടെ പോയി? അമേരിക്ക പറയുന്നത് അത് ന്യൂയോർക്കിൽ. അപ്പോൾ 20 ദിവസം കഴിയുമ്പോൾ ട്രംപ് അവിടേക്ക് വരുന്നു. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ലോകരാജ്യങ്ങൾ വിചാരിക്കും ഇവരെ വിചാരിച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കും. ലോകരാജ്യങ്ങൾ ഒരുപക്ഷെ ഈ മെസ്സേജ് ഇപ്പം അമേരിക്കയുമായി ബന്ധമുള്ള പല രാജ്യങ്ങൾക്കും മെസ്സേജ് പോയിട്ടുണ്ടാവാം. കാരണം ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റില്ല. ഒരു ജനങ്ങൾ തിരഞ്ഞെടുത്ത് അധികാരത്തിൽ വന്ന ഒരു സർക്കാർ, ആ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ പെട്ടെന്ന് 2000-3000 കലാപകാരികൾ തോക്കും പെട്രോൾ ബോംബും വടിവാമ്പും ബോംബുമായിട്ട് തലസ്ഥാനത്ത് കയറിച്ച് ചേർന്നിട്ട് പ്രധാനമന്ത്രിയെ ഓടിക്കുന്നു. ഇത് നാളെ ലോകത്ത് എവിടെയും സംഭവിക്കുമല്ലോ. ഇത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ജീവരക്ഷാർത്ഥ ഒരു പ്രധാനമന്ത്രി രക്ഷപ്പെട്ടു പോകുന്നു. ഇത് ഇത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും ലോകരാജ്യങ്ങൾക്ക്? ഒരിക്കലും. കാരണം ഏത് രാജ്യത്തും സംഭവിക്കാം. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ വിധിയല്ല. 2000-3000 ഗുണ്ടകൾ വിചാരിച്ചാൽ ഒരു രാജ്യത്തെ സർക്കാരിനെ അട്ടിമറിക്കാം എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യമല്ല. ലോകത്ത് ഒരു രാജ്യത്തിനും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടുത്തെ മീഡിയ ഒഴികെ അല്ലേ? ബാക്കി എല്ലാവരും അംഗീകരിക്കും. കാരണം അവരും ജമാഅത്തെ ഇസ്ലാമിയാണല്ലോ, ഇന്ത്യൻ രൂപമാണല്ലോ. കാരണം ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് പാകിസ്ഥാനിൽ ഇപ്പോൾ മുസ്ലിം ഭൂരിപക്ഷമായ കുറേ സ്വാധീനമൊക്കെ ഉണ്ട്, കുറേ ബലം ഉള്ളതുകൊണ്ട് ഇത് കാണിക്കുന്നത്. ഇന്ത്യയിലും ഇവർക്ക് ബലം ഉണ്ടായാൽ എന്തായിരിക്കും? ഇപ്പം ബലമില്ലാത്തതുകൊണ്ടല്ലേ പതുക്കെ പ്രകൃതിയെ സംരക്ഷിക്കുന്നു. അല്ലെങ്കിൽ ബലം ഉണ്ടാകുമ്പം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടന ലോകത്ത് മുഴുവൻ ഉണ്ടെന്ന് ഇവർ പറയുന്നത്. അതിൻ്റെ ഒരു ഇതാണ് ഇന്ത്യൻ ഘടകമാണ് ഇവിടെ ഉള്ളത്. ഇന്ത്യയിൽ ബംഗ്ലാദേശിലെ പോലെ ജമാഅത്തെ ഇസ്ലാമി മാറില്ലെന്ന് ആർക്കും ഉറപ്പ് ആകും. എപ്പോഴാണെന്നറിയോ? അവർക്ക് നിർണായക ഭൂരിപക്ഷം ഉള്ളപ്പോൾ. അങ്ങനെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആൾക്കാർ ഇന്ത്യ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് അവർ വളരാത്ത. ജീവിച്ചിരുന്നാൽ കൊള്ളാം. അപ്പോൾ ഏതായാലും ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ നിർണായകമായ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഹസീന ഒരിക്കൽ കൂടി പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇനി ഹസീന നിരന്തരം വന്നേക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ നിർണായകമായ ചില പ്രഖ്യാപനങ്ങൾ ഹസീനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ജനുവരി 20 ബംഗ്ലാദേശിനും നിർണായകമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.